അഗ്നിതാണ്ഡവം ഭാഗം 3. അത്രയും നേരം മൗനം പാലിച്ചു നിന്ന ബന്ധുക്കൾ ഓരോരുത്തരും ഓടിക്കൂടി. നന്ദേ, കണ്ണു തുറക്ക്! ആരോഹി ഉച്ചത്തിൽ അലറി. എടാ നന്ദേ, നിനക്ക് എന്താ പറ്റിയേ? അവൾ കരയുകയാണ്. അമ്മേ, ഇത്തിരി വെള്ളമെടുത്തേ. ആരോഹിക്ക് ആ നിമിഷം ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ തോന്നി. അതിനേക്കാൾ ഏറെ നന്ദ അനുഭവിച്ച ഒറ്റപ്പെടലുകൾക്ക് അവളും ഒരു കാരണക്കാരിയായില്ലോ എന്നോർത്താണ് അവളുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ. അതൊക്കെ ആരോഹിയുടെ നെഞ്ചിൽ വിങ്ങുകയായിരുന്നു. ഭാമ അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് അല്പം വെള്ളവുമായി വന്നു. വെള്ളം മുഖത്ത് പതിച്ചെങ്കിലും കനം വെച്ച കൺപോളകൾ വലിച്ചു തുറക്കാൻ പരമാവധി ശ്രമിച്ച നന്ദ അമ്പയെ പരാജയപ്പെട്ടു പോയി. അത്രയ്ക്ക് തളർന്ന് അവശയായിരുന്നു അവൾ അപ്പോൾ. കവിൾത്തടം വിങ്ങി പൊട്ടുകയാണെന്ന് നന്ദയ്ക്ക് തോന്നി. അടഞ്ഞ കൺപോളകൾക്ക് മുകളിലൂടെ അവളുടെ കൃഷ്ണമണികൾ ചലിക്കുന്നത് അഗ്നിക്ക് വ്യക്തമായി കാണാമായിരുന്നു. എന്തൊക്കെയോ പറയുവാനായി ചെറുതായി വിറയ്ക്കുന്ന അതിരവും വിയർപ്പ് പൊടിഞ്ഞ നെറ്റിത്തടവും അവൻ്റെ വിരൽപ്പാട് പതിഞ്ഞ കവിളിണകളും ഇനിയും കൺകോണിൽ ബാക്കിയായ കണ്ണീർ അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങി. അഗ്നി, ഡോക്ടറെ വിളിക്കുമോനെ. നന്ദമോൾക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ. അംബികയുടെ സ്വരം. വല്ലാത്ത കനമുണ്ടായിരുന്നു ആ ശബ്ദത്തിന്. നന്ദ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ കേട്ടതിലുള്ള അമർഷവും എന്നാൽ അവളോട് ഒരു കരുണയും ആ വാക്കുകളിൽ തെളിഞ്ഞു നിന്നു. അഗ്നി ഇടയ്ക്കിടെ ആരോഹിയെ തിരിഞ്ഞു പിടിച്ച് നോക്കുന്നുണ്ട്. അവൻ്റെ ആ നോട്ടത്തെ നേരിടാനാകാതെ ആരോഹി തൻ്റെ തല കുനിച്ചു പിടിച്ചിരിക്കുകയാണ്. വിളിച്ചു പറഞ്ഞ് ഏകദേശം 15 മിനിറ്റിനുള്ളിൽ ഒരു ഡോക്ടർ എത്തി. അഗ്നിയെ മാത്രം റൂമിൽ നിർത്തി ബാക്കിയുള്ളവരെ എല്ലാവരെയും പുറത്താക്കി കതകടിച്ച ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ നോട്ടം ആദ്യം പതിഞ്ഞത് അവളുടെ കവളിലേക്കാണ്. മിസ്റ്റർ അഗ്നിദേവ്, ഇതെന്താണ് വൈഫിൻ്റെ കവളിൽ ഒരു പാട്? മറുപടി പറയാൻ അഗ്നി വല്ലാതെ വിഷമിച്ചു. ഒടുക്കം അവന് നടന്ന കാര്യങ്ങൾ മുഴുവനായി അല്ലെങ്കിലും കുറച്ചെങ്കിലും പറയേണ്ടി വന്നു. താലി വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചാൽ തല്ലുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ തന്നെ അതൊരു ലോഹമല്ലേ? നിങ്ങളെപ്പോലെ ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡായ ഒരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്താൽ പിന്നെ? ബാക്കി പറയാൻ കഴിയാത്തതുപോലെ ഡോക്ടർ രഞ്ജിത്ത് അഗ്നിദേവിനെ സൂക്ഷിച്ചു നോക്കി. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല ഡോക്ടർ. പക്ഷേ ഞാൻ ഒരു താലി അവളുടെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ അതവിടെ ഉണ്ടാകണം. അതെനിക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നന്ദയ്ക്ക് ബോധം വരുമ്പോൾ നിങ്ങൾ അവളോട് തന്നെ ചോദിക്കുക. അവൾക്ക് പരാതിയുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് ചെയ്യുക. കൈ കെട്ടി നന്ദയെ നോക്കി നിന്നുകൊണ്ടാണ് അഗ്നി സംസാരിക്കുന്നത്. ഓവർ കോൺഫിഡൻസ് ആണോ? ഡോക്ടർ അഗ്നിയോടായി ചോദിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ. അഗ്നിയുടെ ആ മറുപടി ഡോക്ടർക്ക് അത്ര പിടിച്ചില്ല. പിന്നീട് ഇരുവരും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. ഈ കുട്ടി ക്യാരിങ് ആണോ? നോ. ഓക്കെ. എപ്പോഴാണ് തലചുറ്റി വീണത്? ഒരു 20 മിനിറ്റ്സ് ആയി കാണും. പീരിയഡ്സ് ഒക്കെ റെഗുലറാണോ? ഡോക്ടറുടെ ആ ചോദ്യത്തിൽ അറിയാതെ ഉമിനീർ ഇറക്കിപ്പോയി അഗ്നി. അതെനിക്കറിയത്തില്ല. താനൊക്കെ എന്ത് ഭർത്താവാടോ? ഇത്തവണ ഡോക്ടർക്ക് ദേഷ്യം വന്നിരുന്നു. ഡോക്ടർ പ്ലീസ്, അവളെ ഒന്ന് നോക്കി വേണ്ട മെഡിസിൻ കൊടുക്കുക. താഴ്മയായി അത് പറയുമ്പോൾ അഗ്നിയുടെ മനസ്സിൽ എന്താണെന്ന് അവന് തന്നെ ഊഹമുണ്ടായിരുന്നില്ല. ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ ഈ കുട്ടിക്ക് ഭക്ഷണമൊന്നും കൊടുക്കാറില്ലേ? ഡോക്ടറുടെ ആ ചോദ്യത്തിൽ അഗ്നി അവൻ്റെ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു. കാര്യമായിട്ട് ചോദിച്ചതാണ്. അതിന് മിസ്റ്റർ അഗ്നിദേവ് ഇങ്ങനെ റേസ് ആവേണ്ട കാര്യമില്ല. ഈ കുട്ടി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് മിനിമം 3 ദിവസമെങ്കിലും ആയിട്ടുണ്ടാവും. അവളുടെ വയറിലേക്ക് വിരൽ അമർത്തിയ ശേഷമാണ് ഡോക്ടർ അത് പറഞ്ഞത്. ഇതിലിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ്. 2 ഡേയ്സ് അവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ. അതൊക്കെ അല്ലേ? ഒടുക്ക നിവർത്തിയില്ലാതെ അഗ്നിക്കത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അഗ്നിയും ഫാമയും കൂടിയാണ് ആ രാത്രി നന്ദയ്ക്ക് കൂട്ടിരുന്നത്. അവൾക്ക് ബോധം വന്നെങ്കിലും കൂടുതൽ സമയവും ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ കണ്ണടച്ച് കിടപ്പായിരുന്നു അവൾ. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഫാമയ്ക്കിതേപ്പറ്റി അഗ്നിയോട് സംസാരിക്കാതിരിക്കാനായില്ല. നന്ദ ഉറങ്ങിയ സമയം നോക്കി ഹോസ്പിറ്റലിൻ്റെ റൂമിലെ പുറത്തെ കോറിഡോറിൽ നിൽക്കുവാണ് ഫാമയും അഗ്നിയും. എന്താ അഗ്നി ഞാനീ കാണുന്നതൊക്കെ? നിനക്കവളെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നീ നന്ദയെ വിവാഹം കഴിച്ചത്?
നിനക്കവളെ ഇഷ്ടമല്ലെന്നൊരു സ്റ്റാൻഡിൽ നീ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഈ വിവാഹത്തിന് നിർബന്ധിക്കത്തില്ലായിരുന്നു മോനെ. ഇതിപ്പോൾ പൂർണ്ണ മനസ്സോടെ നീ സമ്മതിച്ചിട്ടാണ് ഈ വിവാഹം നടന്നത്. പിന്നെ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? അവൻ മൗനമായി തന്നെ തുടരുന്നത് കണ്ടതും ഭാമയ്ക്ക് അല്പം ദേഷ്യം വന്നു. അഗ്നി, ഞാൻ ചോദിച്ചതിന് എനിക്കൊരു മറുപടി വേണം. ഭാമയുടെ ശബ്ദത്തിന് ഇന്നോളം ഇല്ലാതിരുന്നൊരു കനം. നന്ദയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എത്ര പൊറുക്കാൻ പറ്റാത്ത തെറ്റ് അവൾ നിന്നോട് ചെയ്താലും അവരെ ഒറ്റപ്പെടുത്തരുത്. അവഗണന കൊണ്ടുണ്ടാകുന്ന വേദനയ്ക്ക് നമുക്കൊന്നുകൊണ്ടും പകരം വയ്ക്കാനാവില്ല. ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അതിനും സൊല്യൂഷനുണ്ട്. നീ എൻ്റെ മകനാണ്. കാര്യം, നിൻ്റെ ജീവിതത്തിൽ അങ്ങനൊന്നും സംഭവിച്ചാൽ മറ്റാരേക്കാളും വിഷമിക്കുന്നത് ഞാനാണ്. പക്ഷെ മറ്റുള്ളവർക്ക് വിഷമമാകുമെന്ന് കരുതി നിങ്ങൾ രണ്ടാളും ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് മോനെ. ഭാമ പറഞ്ഞു നിർത്തിയതും അവർ അഗ്നിയെ നോക്കി. ഇത്രയും നേരം അവന് മുഖം കൊടുക്കാതെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് പിന്നിൽ കൈ കെട്ടി നിൽക്കുവാണവൻ. അമ്മ പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ട്. അവൾ എന്നെ വിവാഹം കഴിച്ചത് പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ഞാൻ അങ്ങനല്ല. എനിക്കങ്ങനെ യാതൊരുവിധ ഇഷ്ടവും അവളോടില്ലായിരുന്നെങ്കിൽ എൻ്റെ കൈകൊണ്ട് കെട്ടിയ താലി ഇന്ന് അവളുടെ കഴുത്തിലുണ്ടാവില്ലായിരുന്നു. ഞാനൊരു താലി അവളുടെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് സംരക്ഷിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് അമ്മ ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പിന്നെന്തിനാണ് നിങ്ങൾ രണ്ടുപേരും രണ്ടിടങ്ങളിൽ കിടക്കുന്നത്? അതെല്ലാം പോട്ടെ. 6 മാസമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇന്ന് വരെ നിങ്ങൾ പരസ്പരം ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതിനെന്തു മറുപടിയാണ് നിനക്ക് പറയാനുള്ളത്? ഭാമയുടെ ആ ചോദ്യത്തിൽ അഗ്നിക്ക് അടിപതറി. അത് അവൻ മറുപടി പറയാൻ നിന്നു വിക്കി. അല്പസമയമെടുത്തെങ്കിലും അവൻ നടന്ന കാര്യങ്ങളെല്ലാം ഭാമയോട് പറഞ്ഞു. അവന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നെന്ന് അവൻ നന്ദയോട് കള്ളം പറഞ്ഞതും അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം കേട്ട് കഴിഞ്ഞതും ഭാമയുടെ കയ്യ് അഗ്നിയുടെ കവളിൽ പതിയാൻ അധികം സമയം വേണ്ടി വന്നില്ല. അഗ്നി ആ അടി പ്രതീക്ഷിച്ചതായതുകൊണ്ട് അവൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞതേയില്ല. ഈ അടി ഞാൻ നന്ദയിൽ നിന്നാണ് പ്രതീക്ഷിച്ചത്. അടി കൊണ്ട് ചെരിഞ്ഞുപോയ കവൾ നേരെയാക്കിക്കൊണ്ട് അഗ്നി ഭാമയോട് പറഞ്ഞു. അവളിതെല്ലാം അറിയുമ്പോൾ നിനക്ക് വേറെ അടി തരും, നോക്കിക്കോ. ഓ ആയിക്കോട്ടെ, അവന് മറുപടി പറഞ്ഞു. ശേഷം അവൻ വീണ്ടും തുടർന്നു. ആക്ച്വലി എനിക്ക് നന്ദയെ പണ്ട് മുതൽക്ക് ഇഷ്ടമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അവൾ താമസിക്കാൻ വേണ്ടി അമ്പലപ്പാട്ട് വന്ന നാൾ മുതൽ. പറഞ്ഞുകൊണ്ടവൻ അമ്മയെ നോക്കി. ഒപ്പം അഗ്നിയുടെ മനസ്സിലേക്ക് ആ പാവാടക്കാരി പെൺകുട്ടി കടന്നു വന്നു. ദേഷ്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് ആ ഇഷ്ടം ഞാൻ പൊതിഞ്ഞു പിടിച്ച് സൂക്ഷിച്ചതുപോലും അവൾ പഠനം പൂർത്തിയാക്കി സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്ന് കരുതിയാണ്. സ്വന്തമായി ഒരു ജോലിയൊക്കെ കിട്ടിയ ശേഷം അവൾക്ക് വിവാഹം ആലോചിക്കുന്ന നേരത്ത് മുത്തശ്ശിയോട് നന്ദ എനിക്ക് വേണമെന്ന് പറയാൻ കരുതിയിരുന്നവനാണ്. അതിനിടയ്ക്കാണ് സംഭവങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞത്. പിന്നീട് അവളുടെ നാവിൽ നിന്ന് തന്നെ പലതവണയായി കേൾക്കാൻ തുടങ്ങി എന്നെ അവൾക്ക് വെറുപ്പാണെന്ന്. അതൊക്കെ കൂടി ആയപ്പോഴാണ് പാർവതിയെ ഇറക്കി ഞാൻ മുൻപ് സ്നേഹിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് അവളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. പക്ഷെ കാര്യങ്ങൾ ഇത്രത്തോളം വന്നെത്തുമെന്ന് ഞാനും കരുതിയില്ല. കുറച്ചു മുൻപ് ആരോഹി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അവളുടെ സെക്കൻഡ് സെം എക്സാമിൻ്റെ റിസൾട്ട് വന്നെന്ന്. കോളേജിൻ്റെ റാങ്ക് പ്രതീക്ഷയായിരുന്നവൾ ജസ്റ്റ് പാസ് മാത്രമായിരുന്നുവെന്ന്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടാവാം നന്ദ ഇന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത്. അത്രയും നേരം അവൻ പറഞ്ഞത് മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഭാമ. എന്തു വന്നാലും അവളെ ഒറ്റപ്പെടുത്തരുത് നീ. അവളുടെ ഉണ്ടിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ സാവധാനം അതെല്ലാം മാറ്റിയെടുക്കണം. പാവം കുട്ടി, അവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് മോനെ. ഓരോ നിമിഷവും നേറിപ്പിടിഞ്ഞാണ് അവൾ ജീവിക്കുന്നത്. നീ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. മറുപടി എന്നതുപോലെ അഗ്നി തലയാട്ടി. 2 ദിവസം ആശുപത്രിയിൽ നന്ദയ്ക്കൊപ്പം അഗ്നി ഉണ്ടായിരുന്നു. അഗ്നിക്കൊന്നും മിണ്ടാൻ ഇടം കൊടുക്കാതെ അവനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലെല്ലാം
കണ്ണടച്ച് കിടക്കുകയാണവൾ. നന്ദയുടെ മാനസികാവസ്ഥ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിച്ച് അവളെ വീണ്ടും വേദനയുടെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിടാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവനും മൗനം പാലിച്ചു നിന്നു. ആ സമയങ്ങളിൽ അത്രയും മനസ്സിൽ ഓരോരോ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് നന്ദ ഇരിക്കുകയായിരുന്നു. എല്ലാം മതിയാക്കി ദുബായിലേക്ക് തിരികെ പോയല്ലെന്നു പോലും നന്ദി ഒരു നിമിഷം ആലോചിച്ചു. പാതിയിൽ നിൽക്കുന്ന പഠനത്തിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് കണ്ണ് നിറഞ്ഞു വന്നു. നന്ദയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പേപ്പറുകളുമായി വരുന്ന അഗ്നി കാണുന്നത് ബെഡിൽ ചാരിയിരുന്ന് കണ്ണീർ വാർക്കുന്നവളെയായിരുന്നു. നന്ദ, എഴുന്നേക്ക്, വീട്ടിലേക്ക് പോകാം. അവളൊന്നും മിണ്ടാതെ അവനൊപ്പം എഴുന്നേറ്റു. അമ്പലപ്പാട്ട് ചെല്ലുമ്പോൾ ഏകദേശം എല്ലാവരും മുറ്റത്തുണ്ട്. ആരോടും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനോ സംസാരിക്കാനോ ഉള്ള അടുപ്പം തോന്നാത്തതുപോലെ. നന്ദ അതുകൊണ്ട് ആരെയും നോക്കാതെ തല കുനിച്ച് തെറ്റ് ചെയ്തൊരു കുട്ടിയെപ്പോലെ നേരെ റൂമിലേക്ക് നടന്നു. അവളുടെ റൂമിന് മുൻപിലെത്തിയപ്പോൾ തന്നെ കണ്ടു അത് ലോക്കാണെന്ന്. ഡോർ ഹാൻഡിലിൽ പിടിച്ച് അതവൾ തിരിച്ചു. പെട്ടെന്ന് അവളുടെ നെറ്റി ചൊളിഞ്ഞു. നന്ദയുടെ സാധനങ്ങളെല്ലാം നമ്മുടെ റൂമിൽ വെച്ചിട്ടുണ്ട്. ഈ റൂം ലോക്കാണ്. അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദേഷ്യം. ആരോട് ചോദിച്ചിട്ട്? ഇത്രയും നാളും ഇതെൻ്റെ സ്പേസായിരുന്നു. എന്നിട്ടിപ്പോൾ എന്നോട് ചോദിക്കാതെയും പറയാതെയും അത് ലോക്ക് ചെയ്യുന്നോ? ആ, നന്ദയ്ക്ക് തരാൻ അമ്പലപ്പാട്ട്. ഒരു മുറിയില്ലെങ്കിൽ ബാക്കി പറയാതെ നിൽക്കുകയാണവൾ. ഇല്ലെങ്കിൽ ബാക്കി പറ. അവളെ മാത്രം നോക്കിക്കൊണ്ടാണ് അഗ്നി അത് പറഞ്ഞത്. മുകളിൽ നിന്നുള്ള അവരുടെ വഴക്ക് കേട്ടതും താഴെ എല്ലാവരും മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നന്ദ പ്ലീസ്. താഴെ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാ നിൽക്കുന്നത്. ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട. അഗ്നി അത്രയും പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനൊപ്പം പോയി. അഗ്നിയുടെ റൂമിലെ സോഫയിൽ ഇരിക്കുവാണ് നന്ദ. അവളുടെ കണ്ണുകൾ നാലുപാടും എന്തോ തിരയുന്നുണ്ട്. എൻ്റെ ബാഗ് എവിടെ? ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗ്. ഇന്നിനി പഠിക്കാനൊന്നും നിൽക്കണ്ട നന്ദ. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ശബ്ദത്തിൽ പരമാവധി മയം വരുത്തിക്കൊണ്ടാണ് അഗ്നി അത് പറയുന്നത്. ഞാൻ ചോദിച്ചതിനൊരു മറുപടി തന്നാൽ മതി. കൂടുതൽ ഉപദേശങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. അവൻ അവൾക്കായി റെഡിയാക്കി വെച്ച കബോർഡിൽ നിന്ന് അവളുടെ കോളേജ് ബാഗ് എടുത്ത് അവൾക്ക് മുൻപിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. ഇന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യ. പറഞ്ഞാൽ അനുസരിക്കില്ലെന്ന് തുനിഞ്ഞിറങ്ങിയ ഞാനിപ്പോൾ എന്തു ചെയ്യാനാ? നന്ദയ്ക്ക് ആ ബാഗ് കൊടുത്തുകൊണ്ട് തന്നെ അഗ്നി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. അവൾ ബാഗിൽ നിന്നൊരു ഫയൽ എടുക്കുന്നത് നോക്കി അവൻ അവിടെ തന്നെ നിന്നു. ഫയലെടുത്തത് തുറന്നു. അതിൽ നിന്നൊരു വെള്ളപ്പേപ്പർ എടുത്ത് അഗ്നിക്ക് നേരെ നീട്ടുമ്പോൾ അറിയാതെയെങ്കിലും നന്ദയുടെ കയ്യിൽ നിന്ന് വിറച്ചു പോയിരുന്നു. അഗ്നിയുടെ കണ്ണുകൾ ആ പേപ്പറിൽ എഴുതി ചേർന്ന ഓരോ വാക്കിലൂടെയും നിരങ്ങി നീങ്ങി. മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനാണ്. ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വക്കീൽ പറഞ്ഞത്. അവൾ അറിയാതൊരിടർച്ച ശബ്ദത്തിൽ വന്നു. അഗ്നിക്കത് മനസ്സിലായതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. അവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എനിക്കിപ്പോൾ എല്ലാം ഒരു ബാധ്യതയായിട്ടാണ് തോന്നുന്നത്. എന്തിനൊക്കെയോ വേണ്ടി എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ നമ്മൾ രണ്ടുപേരും നമ്മുടെ ജീവിതം നശിപ്പിച്ചു. അതിനെന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കും. എങ്ങനെയെങ്കിലും സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരാഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അത്രയുമൊക്കെ നന്ദ പറഞ്ഞിട്ടും അഗ്നി മൗനമായി നിൽക്കുന്നത് കണ്ട് അവൾ വീണ്ടും തുടർന്നു. ദേവേട്ടൻ്റെ ആ ചേച്ചിയെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പരസ്പരം സ്നേഹിച്ചവരാണ് ഒന്നാവേണ്ടത്. ഈ താലി ഇത് എനിക്ക് അർഹതപ്പെട്ടതല്ല. പൂർണ്ണ മനസ്സോടെ ഊരിത്തരുവാണ് ഞാൻ. നന്ദ അത്രയും പറഞ്ഞിട്ടും അഗ്നി അവളെ തടഞ്ഞില്ല. നന്ദ ആ താലി കഴുത്തിൽ നിന്ന് ഊരിയ സമയം അവന് ഹൃദയം വേദനിച്ചു. കഴുത്തിൽ നിന്ന് ഊരിയെടുത്ത താലി ഉള്ളംകൈയിൽ ചുരുട്ടിപ്പിടിച്ചപ്പോൾ അന്നാദ്യമായി നന്ദയ്ക്ക് ദേഷ്യത്തിനും കുറ്റബോധത്തിനും അപ്പുറം മറ്റെന്തോ ഒരു വികാരം അവളെ പൊതിയുന്നത് പോലെ തോന്നി. ഇന്ന അഗ്നിക്ക് നേരെ അത് നീട്ടിയപ്പോൾ നന്ദയുടെ ഉള്ളം നൊന്തു. അവനത് വാങ്ങും മുൻപേ കഥയിൽ ആരോ നോക്ക് ചെയ്തു. കഥയിനപ്പുറം അംബികയുടെ ശബ്ദം കേട്ടതും കയ്യിലിരുന്ന താലി നന്ദ അറിയാതെ തന്നെ അവളുടെ കഴുത്തിലേക്കിട്ടു. അഗ്നിയാണ് പോയി വാതിൽ തുറന്നത്.
എങ്ങനെയുണ്ട് നന്ദയ്ക്കിപ്പോൾ? കുറവുണ്ട് മുത്തശ്ശി. നല്ലോണം ആഹാരം കഴിച്ച് നല്ലതുപോലെ റെസ്റ്റ് എടുക്കുക. മുത്തശ്ശി, എനിക്കിവിടെ നിന്നിട്ട് പഴയതുപോലെ പഠിക്കാനൊന്നും കഴിയുന്നില്ല. ഹോസ്റ്റലിലേക്ക് മാറിയാലോന്ന് എനിക്കൊരാലോചനയുണ്ട്. എനിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു. മുത്തശ്ശി മറുത്തൊന്നും പറയാതിരുന്നാൽ മതി. അത് വളരെ നന്നായിരുന്നേനി. അഗ്നിയോട് ചോദിച്ചോ നീ? ഉവ്, ദേവേട്ടനും അത് തന്നെയാ പറയുന്നേ. ഇവിടെ നിന്ന് തീരെ പറ്റില്ല എന്ന്. അവനും തോന്നി നന്ദയ്ക്കൊരു ചേഞ്ച് അത്യാവശ്യമാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ നന്ദയെ അക്കാര്യത്തിൽ എതിർക്കാനൊന്നും പോയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മാസം ലാസ്റ്റ് എൻ്റെ പിറന്നാളാണ്. അന്ന് എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നീ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കണം. അതുമാത്രമല്ല, എല്ലാ ആഴ്ചയുടെ അവസാനത്തിലും നീ ഇവിടെ ഉണ്ടാവണം കേട്ടോ. കേട്ടു മുത്തശ്ശി. എങ്കിൽ ഇന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് മാറാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അതിനു മറുപടി അംബിക ഒരു മൂളലിൽ ഒതുക്കി. അവർ പുറത്തേക്ക് ഇറങ്ങിയതും കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം ഒരു ട്രോളി ബാഗിൽ വാരി നിറച്ച് നന്ദ. ദേവേട്ടന് ബുദ്ധിമുട്ടില്ല അച്ഛാ, എന്നെ ഒന്ന് ഹോസ്റ്റലിലേക്ക് ആക്കിയത്. ഇന്ന് തന്നെ പോകണമെന്ന് നന്ദയ്ക്ക് ധൃതിയുണ്ടോ? ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അതൊന്നും സാരില്ല. എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പോകണം എനിക്കിവിടുന്ന്. അതുതന്നെയാണ് നമുക്ക് രണ്ടാൾക്കും നല്ലത്. പോകാനുള്ള ആവേശത്തിൽ നന്ദ എന്തൊക്കെയോ പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞ് നന്ദ ഹോസ്റ്റലിലേക്ക് പോകാനിറങ്ങി. ആരോഹി നിറഞ്ഞ കണ്ണുകളുമായി അവളെ തന്നെ നോക്കി നിന്നു. നന്ദ ആരോഹിയുടെ കൈപിടിച്ച് മുറ്റത്തിൻ്റെ ഒരു കോണിലേക്ക് മാറി നിന്നു. ശേഷം രഹസ്യം പോലെ അവളോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട ആരോ, ഞാൻ എല്ലാം നിൻ്റെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ എല്ലാം ഏട്ടൻ പറഞ്ഞു തരും. അതുമാത്രമല്ല, മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഞാൻ സൈൻ ചെയ്ത് ദേവേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നിൻ്റെ ഏട്ടൻ്റെ ലൈഫ് സ്പോയിലാവില്ലടാ. നന്ദയ്ക്ക് കണ്ണ് നിറഞ്ഞു നേറി. തികട്ടി വന്ന വിതുമ്പലടക്കാൻ അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. ഇനി നീ എന്നോട് മിണ്ടുവോ? എന്നോട് നീ പിണങ്ങിയിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല. നിസ്സഹായതയുടെ അങ്ങേ തലയ്ക്ക് നിന്നൊരു ചോദ്യം നന്ദയിൽ നിന്നുയർന്നതും ഒരു പൊട്ടിക്കരച്ചിലോടെ നന്ദയെ കെട്ടിപ്പിടിച്ചിരുന്ന ആഹി. നന്ദ കരയുന്ന കണ്ടതും ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അഗ്നി കാറിൻ്റെ ഹോൺ നീട്ടിയടിച്ചു. ഞാൻ പോട്ടെ, ഇല്ലെങ്കിൽ ദേവേട്ടൻ കാത്തുനിന്ന് മുഷിയും. നീ ജീവൻ വരുമ്പോൾ അവനോടും പറഞ്ഞാൽ മതി. അത്ര നേരവും ജീവനെ അവിടെങ്ങും കാണാഞ്ഞതുകൊണ്ട് അതും ആരോഗ്യയോട് പറഞ്ഞേൽപ്പിച്ചു. ശേഷം നന്ദ വേഗം കാറിലേക്ക് കയറി. വീട്ടിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷവും നന്ദ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അലമുറയിട്ട് കരഞ്ഞു. ഹോസ്റ്റലിലെത്തി. അഡ്മിഷൻ എടുത്തു. സാധനങ്ങളെല്ലാമായി റൂമിലേക്ക് പോകുകയാണവൾ. നന്ദ പോകുന്നത് നോക്കി അഗ്നി നിന്നു. ഒരു തിരിഞ്ഞു നോട്ടം അവൻ പ്രതീക്ഷിച്ചെങ്കിലും അവളുടെ ഭാഗത്തു നിന്ന് അതുപോലും ഉണ്ടായില്ല. ഒരു സിംഗിൾ റൂം മുഴുവനായും നന്ദ എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു അലമാരിയും സ്റ്റഡി ടേബിളും ഒരു കട്ടിലും മാത്രമേ ആ റൂമിലുണ്ടായിരുന്നുള്ളൂ. ചെന്ന പാടെ അവൾ കട്ടിലേക്ക് കയറിക്കിടന്നു. പിന്നെ പതിയെ കണ്ണടച്ചു. അടച്ചു പിടിച്ച കൺപോളകളുടെ വിടവിലൂടെ അനുസരണയില്ലാതൊരു തുള്ളി പുറത്തേക്ക് ചാടി. പിന്നെ അതൊരു വെള്ളച്ചാട്ടം പോലെ അവസാനമില്ലാതെ. എത്ര നേരം അങ്ങനെ കിടന്നു കരഞ്ഞെന്ന് നന്ദയ്ക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. രാത്രി ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ റൂമിലേക്ക് നടന്നു. പിറ്റേ ദിവസം മുതൽ പഴയ നന്ദയാകാൻ ശ്രമിച്ചുകൊണ്ട് കോളേജിലേക്ക് പോയി തുടങ്ങി. പഴയതുപോലെ അല്ലെങ്കിലും ആരോഗ്യയോട് മാക്സിമം മിണ്ടാൻ ശ്രമിച്ചു. ഒപ്പം ക്ലാസ്സിലുള്ള എല്ലാവരോടും. ദിവസങ്ങൾ വലിയ പ്രത്യേകതയില്ലാതെ കടന്നുപോയി. ഇതിനിടയിൽ എപ്പോഴൊക്കെയോ അഗ്നിയുടെ ഓർമ്മകൾ അവളെ തേടിയെത്തി. ആ നിമിഷങ്ങളിൽ അവൾ മൗനമായി. കൈകൾ അറിയാതെ തന്നെ താലയിൽ മുറുകി. കണ്ണുകൾ നിറഞ്ഞു. തീർത്തും യാന്ത്രികമായി അവളുടെ അധരങ്ങൾ ആ നീളൻ മാലയുടെ അറ്റത്ത് തൂങ്ങിയാടുന്ന ആലില താലിയിലേക്ക് അമർന്നു. അർഹതയില്ലാത്തത് ആഗ്രഹിച്ചു പോകുന്നുവോ എന്നൊരു തോന്നൽ അവളിൽ ആദ്യമായി പിറവി കൊണ്ടു. പിറ്റേ ദിവസം ലഞ്ച് കഴിച്ചിട്ട് ക്ലാസ്സിലിരിക്കുന്നു നന്ദ. നാളെ മുത്തശ്ശിയുടെ പിറന്നാളിന് നീ വരില്ലേ? ജീവനായിരുന്നത് ചോദിച്ചത്. ആരോഹിയും അവൻ അടുക്കൽ തന്നെയുണ്ട്. ക്ലാസ് റൂമിലിരുന്ന് ഏതോ വർക്ക് ചെയ്യുമായിരുന്നു നന്ദയപ്പോൾ.
എല്ലാ വർഷവും അംബികയുടെ പിറന്നാളിന് ബന്ധുക്കൾ എല്ലാവരും അമ്പലപ്പാട്ട് ഒത്തുകൂടും. അന്നേ ദിവസത്തേക്കുള്ള ഡാൻസും പാട്ടും അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് നന്ദയും ആരോഗ്യയും ചേർന്നാണ്. ആ ഓർമ്മകളിൽ പോലും നന്ദി ഒന്ന് വിറകൊണ്ടു. ഞാൻ വരും. ഞാൻ മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തതാണ്, ഞാൻ പിറന്നാളിന് വരുമെന്ന്. അന്ന് കോളേജ് കഴിഞ്ഞ് നന്ദ നേരെ ഹോസ്റ്റലിൽ പോയി. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരു ബാഗിലേക്ക് നിറച്ചു. ശേഷം ബസ്സിന് തന്നെയാണ് വീട്ടിലേക്ക് പോയത്. അമ്പലപ്പാട്ടെ ഓരോ മുറികളും ഓരോരോ ബന്ധുക്കൾ കയ്യേറി. അവൾ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയിലും ഏതൊക്കെയോ അമ്മായിമാരുടെ സാധനങ്ങൾ നിറഞ്ഞു. ഒടുക്കം നിവൃത്തിയില്ലാതെ അവൾ അഗ്നിയുടെ റൂമിലേക്ക് തന്നെ നടന്നു. ബാഗ് ഒരു മൂലയ്ക്ക് വെച്ച് കബോർഡിൽ നിന്നൊരു ധാവണി എടുത്ത് കുളിക്കാൻ കയറി. ഓറഞ്ച് ബ്ലൗസും അതിന് ചേർന്ന ഓറഞ്ച് പാവാടയും ഡാർക്ക് മെറൂൺ നിറത്തിലുള്ള ഷോളും. മുൻപ് ഇതുപോലൊരെണ്ണം അവൾക്കില്ലാതിരുന്നത് ആ സമയം കൊണ്ട് നന്ദി ഓർത്തെടുത്തു. ചിലപ്പോൾ മാമ വാങ്ങിയതാവൂന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. കുളിച്ചിറങ്ങി തലമുടിയെല്ലാം ഒരു വശത്തോടി മുന്നിലേക്കിട്ട് തോർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അഗ്നി റൂമിലേക്ക് വന്നു. അവൻ വന്നെന്ന് മനസ്സിലായതും നന്ദ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അവൻ കുളിക്കാൻ കയറിയെന്ന് ഉറപ്പായതും അവൾ താഴേക്ക് നടന്നു. അവിടെ ബന്ധുക്കൾ ഓരോരുത്തരും വട്ടം കൂടിയിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നന്ദ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് ബന്ധുക്കൾക്കാർക്കും അത്ര പിടിച്ചില്ല. അതിനെ ചൊല്ലി കുത്തിയുള്ള സംസാരങ്ങൾ. എല്ലാത്തിൽ നിന്നും ഒരു പരിധിവരെ അവളെ സംരക്ഷിച്ചത് ഭാമയാണ്. അവർ അവൾക്കൊപ്പം തന്നെ നിന്നു. അല്ല, വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചായില്ലേ? നന്ദയ്ക്ക് ഇതുവരെ വിശേഷമൊന്നും ആയില്ലേ? ഏതോ അമ്മായി വകയാണ് ചോദ്യം. നാവ് വിലങ്ങിയതുപോലെ നന്ദി ഒരു നിമിഷം നിന്നുപോയി. അവളുടെ നോട്ടം നേരെ ചെന്ന് നിന്നത് പടികൾ ഇറങ്ങി വരുന്ന അഗ്നിദേവിൻ്റെ മുഖത്തേക്കാണ്. അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ടോ? നന്ദ അഗ്നിയെ സൂക്ഷിച്ചൊന്ന് നോക്കി. അവൻ വന്നു നിന്ന് നന്ദയെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു. അവൾക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. ഞങ്ങൾക്കിപ്പോൾ ഉടനെ ഒന്നും കുട്ടികൾ വേണ്ടെന്നാണ്. അമ്മായിക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ലെന്ന അർത്ഥത്തിൽ അവർ ചുമൽ കൂച്ചി. നന്ദ ഒന്നിങ്ങി വന്നേ. അഗ്നി നന്ദയുടെ കൈയും പിടിച്ച് ആ നേരം കൊണ്ട് പുറത്തേക്ക് നടന്നു കഴിഞ്ഞു. കാറിനടുത്തെത്തിയതും അവനെ കൈവിട്ടു. മുത്തശ്ശിക്ക് ഗിഫ്റ്റ് വാങ്ങണ്ടേ? അഗ്നി ആ ചോദ്യം ചോദിച്ചത് നന്ദയെ നോക്കിക്കൊണ്ടായിരുന്നു. ഞാൻ വാങ്ങി. നന്ദ അവന് മറുപടിയും നൽകി. എങ്കിൽ എൻ്റെ കൂടെ വാ. വന്ന് നല്ലൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്തതാ. പിടിച്ച പിടിയാലെ അവൻ അവളെയും കാറിൽ കയറ്റി നേരെ ഒരു ജ്വല്ലറിയിലേക്ക് പോയി. മുത്തശ്ശിക്ക് വേണ്ടി അവർ ഒരു മാല വാങ്ങി. നന്ദയുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് പിങ്ക് സ്റ്റോൺ പതിപ്പിച്ചൊരു ചെറിയ ലോക്കറ്റിലേക്ക് നീളുന്നത് ഒരു കണ്ണാലെ അഗ്നി കണ്ടിരുന്നു. നന്ദയ്ക്ക് എന്തെങ്കിലും വേണോ? വേണ്ട, എല്ലാം വാങ്ങിക്കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോകാം. അവരിരുവരും തിരികെ മടങ്ങിയെത്തുമ്പോൾ ഓരോരുത്തരായിരുന്നു ഭക്ഷണം കഴിക്കുന്നു. ആ കൂടെ അവരും ചെന്നിരുന്ന് കഴിച്ചു. അഗ്നി താഴെ എല്ലാവരോടും സംസാരിച്ച് കുറേ നേരം അവിടെ ചിലവഴിച്ച ശേഷമാണ് മുകളിലേക്ക് ചെന്നത്. ആ നേരം കൊണ്ട് തന്നെ കട്ടിലിൻ്റെ ഒരു സൈഡിൽ നന്ദ ഉറക്കം പിടിച്ചു കഴിഞ്ഞു. അവൻ അല്പനേരം അവളെയൊന്ന് നോക്കി നിന്നു. ശേഷം ഫ്രഷായി വന്ന് കിടന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ വയറിൽ അനുഭവപ്പെടുന്ന ഇളം തണുപ്പറിഞ്ഞുകൊണ്ടാണ് നന്ദ മിഴികൾ വലിച്ചു തുറന്നത്. അഗ്നിയുടെ കൈക്കുള്ളിലായിരുന്നു താൻ ഇത്രയും സമയമെന്നത് അവളിൽ വല്ലാത്തൊരു ജാള്യത പടർത്തി. കാറ്റിന് പോലും കടക്കാൻ കഴിയാത്തത്ര ഇറുക്കത്തിൽ അവൻ അവളെ പുണർന്നു. ഒപ്പം ഇന്നോളം തോന്നാത്ത ഒരു സുരക്ഷിതത്വം അവൾക്ക് അനുഭവപ്പെട്ടു. ചെറുതായി അവളുടെ അധരങ്ങൾ വിടർന്നു. അല്പനേരത്തിന് ശേഷം അവനിൽ നിന്ന് അടർന്നു മാറാൻ നന്ദ ശ്രമിച്ചതും അഗ്നിയുടെ കൈകൾ കൂടുതൽ ശക്തിയോടെ അവളുടെ വയറിൽ അമർന്നു. അനങ്ങാൻ കഴിയാതെ ശ്വാസം പിടിച്ച് കിടന്നുപോയി നന്ദി ഒരു നിമിഷം. അവൻ്റെ കൈ വിടുവിക്കുവാനുള്ള അവസാന ശ്രമം എന്നതുപോലെ നന്ദ അഗ്നിയുടെ കൈക്കുള്ളിൽ കിടന്നു കുതറി. അടങ്ങിക്കിടക്ക് നന്ദി. അത് പറയുമ്പോൾ അഗ്നിയുടെ ചുടുശ്വാസം നന്ദയുടെ കഴുത്തിൽ പതിഞ്ഞു. അവൾ ആ നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. ദേവേട്ട, കൈ മാറ്റുമോ? നന്നേ അടഞ്ഞു പോയിരുന്നു നന്ദയുടെ സ്വരം. വയറിൽ നിന്ന് അവൻ്റെ കൈകൾ അതിന് മുകളിലേക്ക് അരിച്ചു കയറിയതും ശ്വാസം വിലങ്ങുന്നതുപോലെ നന്ദ കിടന്നു. ശ്വാസം എടുക്കും നന്ദേ. വീണ്ടും അഗ്നിയുടെ വശ്യമായ സ്വരം. ദേവേട്ട പ്ലീസ്. അഗ്നിയുടെ കൈകൾ അയഞ്ഞു.
ഭിത്തിക്ക് അഭിമുഖമായി കിടക്കുന്നവളെ ഞൊടിയിടയിൽ അവൻ തിരിച്ച് നേരെ കിടത്തി. നന്ദയ്ക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുൻപേ ബ്ലൗസിന് പുറത്തുകൂടി വെളിവായ മാറിലേക്ക് അവൻ്റെ മുഖം അമർന്നു. ഏതോ ഒരു ഉൾപ്രേരണയാൽ നന്ദയുടെ കൈകൾ അവൾ പോലും അറിയാതെ അഗ്നിയെ പൊതിഞ്ഞു. തുടരും.